നിന്റെ ടെസ്റ്റ് ട്യൂബ് വീഴാൻ പോകുന്നു. ഇത് ഭൂമിയുടെ ആകർഷണ ശക്തിയാ. അതെ, ന്യൂട്ടന്റെ കണ്ടുപിടുത്തം അതിശയം തന്നെ. അദ്ദേഹം ആരാടാ? നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ന്യൂട്ടനെ പറ്റി വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ സർ. ന്യൂട്ടൻ 1642 ഡിസംബർ 25 ജനിച്ചു. സ്കൂൾ പഠനത്തിന് ശേഷം ന്യൂട്ടൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഒരു ദിവസം ന്യൂട്ടൻ ഒരു പ്രിസം വാങ്ങിച്ചു. അതിലൂടെ സൂര്യരശ്മികൾ കടന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 നിറങ്ങളാവുന്നു എന്ന് ന്യൂട്ടൻ മനസ്സിലാക്കി. ഇതായിരുന്നു ന്യൂട്ടന്റെ ആദ്യത്തെ ഗവേഷണം. 1665 പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അടച്ചു. ന്യൂട്ടൻ വീട്ടിലെത്തി. ഒരു ദിവസം അദ്ദേഹം തോട്ടത്തിലിരിക്കുകയായിരുന്നു. ആ ദിവസം മുതൽ ലോ ഓഫ് ഗ്രാവിറ്റി അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥലം പിടിച്ചു. പല വർഷങ്ങൾക്ക് ശേഷം 1705 മാത്രമേ ആ തിയറി ന്യൂട്ടൻ പബ്ലിഷ് ചെയ്തുള്ളൂ. ഐസക് ന്യൂട്ടനെ ബഹുമാനിക്കുവാനായി ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് സർ എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അന്നു മുതൽ ഐസക് ന്യൂട്ടൻ സർ ഐസക് ന്യൂട്ടനായി മാറി. 1727 അദ്ദേഹം അന്തരിച്ചു. രാജകീയ ശവകുടീരമായ വെസ്റ്റ്മിൻസ്റ്റർ ആബേയിലാണ് അദ്ദേഹത്തെ അടക്കിയത്.